മുട്ടിൽ മരമുറി കേസിൽ LDF സർക്കാരിന്റെ അട്ടിമറി നീക്കങ്ങൾ പുറത്ത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആവശ്യം പരിഗണിച്ചില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരോപിച്ചിരുന്നു. UDF സർക്കാരിൽ പ്രതീക്ഷ വെക്കുകയാണ് അന്വേഷണ സംഘം. മുട്ടിൽ മരമുറി കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിനെ മാറ്റണമെന്നാണ് ആവശ്യം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് നൽകി 1 വർഷമായിട്ടും നടപടിയുണ്ടായില്ല. ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചിരുന്നത്. അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പ്രോസിക്യൂട്ടറായിരിക്കുന്നിടത്തോളം കേസിന്റെ കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. 85,000 പേജുള്ള 41 കുറ്റപത്രങ്ങൾ 2 വർഷത്തിനിടെ അന്വേഷണ സംഘം സമർപ്പിച്ചു. 36 കുറ്റപത്രങ്ങളിലും ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നടത്തിയ ഈട്ടിക്കൊള്ളയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഭൂവുടമകളായ ആദിവാസികളെ കബളിപ്പിച്ച് കോടികൾ വില വരുന്ന ഈട്ടിമരങ്ങൾ 14 ലക്ഷം രൂപ മാത്രം നൽകി തട്ടിയെടുത്തെന്നാണ് ആരോപണം. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.